आज लास्ट है, मैं कल गाँव जा रहा है. സമീറിനോട് പറഞ്ഞ പോലെ തന്നെ ആജ് ലാസ്റ്റ് ഹെയർ കട്ടിങ് ഹേ. നാളെ ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ 9 മാസത്തെ ഇവിടുത്തെ ജീവിതം അവസാനിപ്പിച്ച് നാളെ നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. സമീറിൻ്റെ ഹെയർ കട്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവന് ഹെയർ കട്ട് ചെയ്താൽ നമുക്കൊരു കോൺഫിഡൻസാണ്. ചില ആളുകൾക്കുള്ള ഒരു കഴിവാണത് അല്ലേ. 20 വയസ്സേ അവനുള്ളൂ. ഈ ഒരു വയസ്സിൻ്റെ ഉള്ളിൽ ഇത്രയും പ്രൊഫഷണലായിട്ട് അവന് അടിപൊളിയായിട്ട് ഒരു കസ്റ്റമർ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു കഴിവ് അവന് പഠിച്ചവൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ, സ്വന്തമായിട്ടൊരു ഷോപ്പൊക്കെ വെച്ച് വലിയ ലെവലിലാവാൻ പറ്റട്ടെ. ലാസ്റ്റ് ഘട്ടത്തിലേ അവന് ഞാനൊരു വ്ളോഗറാണ്, യൂട്യൂബറാണ് എന്നൊക്കെ മനസ്സിലായുള്ളൂ കേട്ടോ. ഇതിൻ്റെ മുമ്പൊക്കെ ഹെയർ കട്ട് ചെയ്യുമ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞാണ് എന്നെ വീഡിയോയിലൊന്നും ഇടണേന്ന്. അങ്ങനെ ഫ്രണ്ട്സ്, നീണ്ട 9 മാസത്തെ ഇവിടുത്തെ വാസത്തിന് ശേഷം ഞങ്ങളിതാ നാളെ നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരുപാട് അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്യാനുണ്ട്. ഇപ്പം മുടിയൊക്കെ വെട്ടി വന്ന് ഇനി നമ്മളിവിടുത്തെ സാധനങ്ങളൊക്കെ വണ്ടി കയറ്റണം. അതൊരു വലിയ പ്രോസസ്സാണ്. കാരണം ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ട്, ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. ഭയങ്കര ഒരു സന്തോഷവും ഉണ്ട് അല്ലേ. കാരണം കോയിനെയും കൊണ്ട് ഒരു വീഡിയോ എടുക്കുമ്പോൾ ഈ കോഴി ഇവിടുന്ന് ഇങ്ങനെയാണ്. എന്തായി കോഴിക്കളി പോയി. അപ്പോൾ പിന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട്. ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് ആയിപ്പോയൊരു സ്ഥലമാണ് കേട്ടോ ഈ പേടയ്ക്കാപ്പള്ളി എന്ന് പറയുന്നത്. കാരണം നമ്മളിവിടെ ഫസ്റ്റ് ടൈം വരുന്ന ആ സമയം മുതൽ ഓരോന്നും ഇങ്ങനെ മനസ്സിലിങ്ങനെ മിന്നിമായാണ്. ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോഴും ഇവിടെ നമുക്ക് കുറച്ച് ദിവസമൊക്കെ നല്ല ഒന്നും തിരിയാത്ത അവസ്ഥയായിരുന്നു. കാരണം ഇവിടെ ആരെയും പരിചയമില്ല. അങ്ങനെ എന്തെല്ലാം നമ്മൾ പറിച്ച് നട്ട പോലെയാണല്ലോ. ഏകദേശം ഒരു വർഷം തന്നെ കൂട്ടിക്കോ. 9 മാസം ഒരു വർഷമെല്ലാം കണക്കാണ്. ഒരു വർഷത്തോളം ഉള്ള ഇവിടെ. ഞാനാണെങ്കിൽ ഇടക്കല്ലൊന്ന് പുരയെ പോയി വന്നിക്കും. മിന്നുവാണെങ്കിലും ഇവിടെ തന്നെ അല്ലേ. ഓള് പുരയെല്ലാം മറന്നു പോയിക്കുണ്ടാവും ഓളോട്. എത്രയും ഇവിടെ തന്നെ അല്ലേ. അപ്പോൾ നമ്മളിനി ഇതാ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ ഇന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത്രയും ദിവസം നമ്മളിവിടെ നിന്നതെന്ന് വെച്ചാൽ നാളെ ഒരു ടെസ്റ്റ് ഉണ്ട്. അതായത് 15-ാം തീയതിയുള്ള ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അത് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. ആ ഒരു ടെസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചാൽ അത് പ്രസവം കഴിഞ്ഞ് പെട്ടെന്ന് പോകണമെന്ന് നമ്മൾ ആദ്യം വിചാരിച്ചത്. പിന്നെ അങ്ങനെ അങ്ങ് നിന്നുപോയി. ഒരു ബേജാറും ഒക്കെ കൊണ്ട് ചെറിയൊരു ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഓക്കെ കഴിഞ്ഞില്ലേ പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നാളെ നാട്ടിലേക്ക് വിടും. ആദ്യം എനിക്കൊന്ന് പിന്നെ മൂവാറ്റുപുഴ പോകാനുണ്ട്. എന്തിനാണെന്ന് ഇപ്പം കാണിച്ചു തരാം. അപ്പോൾ ഞാൻ മൂവാറ്റുപുഴ പോകുന്നതെന്ന് പറഞ്ഞില്ലേ, അതെന്തിനാണെന്നറിയാം. പാൻറ്റ് വിട്ട് നിൽക്കുന്ന കണ്ടിട്ട് നിങ്ങളെന്നാന്ന് വിചാരിക്കണ്ടാവും അല്ലേ. ഒരു പാൻറ്റ് വാങ്ങാനാണ് കേട്ടോ. എൻ്റെ ഒരു താകെ ഈ ജീൻസേ ഉള്ളൂ. പിന്നെ പറയും നിങ്ങളൊന്ന് കീറുമ്പരേ അത് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കും ഈ കളി കളിച്ച് വന്ന്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ എപ്പോഴെങ്കിലും ഒന്ന് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഡ്രസ്സ് മതി. എല്ലാത്തരും ഇവിടുന്ന് പുരയിൽ ഇടുന്ന ബനിയനും അങ്ങനത്തെയൊക്കെ ആണല്ലോ. ഉള്ളതൊക്കെ നരച്ചിക്ക് ഇനി എല്ലാം റീസ്റ്റാർട്ട് ചെയ്യണം. ഡ്രസ്സൊക്കെ ഇനിയിപ്പോൾ ആണല്ലോ പുറത്ത് വീഡിയോ എടുക്കാനും പോകാനും വരുവാനും കുറേ കല്യാണങ്ങളും ഒക്കെ ഉണ്ട്. ഒരുപാട് ഡ്രസ്സ് വേണ്ടിയുണ്ട്. അപ്പോൾ പൈസ ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷേ ഒരു പാൻറ്റ് വാങ്ങാണ്ട് വഴിയില്ല. കാരണം ഇപ്പം എൻ്റെ ഉള്ളൂ. അതുകൊണ്ട് ഫ്രണ്ട്സ്, നമുക്ക് മൂവാറ്റുപുഴ പോയിട്ടൊരു പാൻറ്റ് വാങ്ങി വരാം അല്ലേ. അതാണ് ഇന്നത്തെ അടുത്ത ടാസ്ക്. അങ്ങനെ നേരെ ഗ്രാൻഡ് മാളിലേക്കാണ് പോയത് കേട്ടോ. മൂവാറ്റുപുഴയുള്ള ഇവിടെ മാക്സിൽ നല്ല ഓഫേഴ്സ് ഉണ്ടാവും. അതിൽ നല്ല ഓഫർ നോക്കി ഒരു പാൻറ്റ് എടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് അവിടെ എത്തിയത്. അപ്പോൾ ഈ നീല ഷർട്ടിന് നല്ല ഓഫർ കണ്ട്. പിന്നെ ഒരു ഇങ്ങനെ കെട്ടുന്ന പാൻറ്റ് അത് കണ്ടപ്പോൾ ഞാൻ വെച്ചിട്ട് കെട്ടുന്ന പാൻറ്റ് എടുത്താലോ. ഈ ഷർട്ടിനാകെ 500 റുപ്യ ഉള്ളൂ കേട്ടോ. ഓഫറാണ്. കെട്ടുന്ന പാൻറ്റും ഈ ഷർട്ടും നല്ല മേച്ചുണ്ട്. ഇൻസൈഡ് ആക്കിയാൽ ഇതിപ്പോൾ ഇങ്ങനെ കെട്ടിയാൽ ആൾക്കാർ എന്തെങ്കിലും വിചാരിക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട്. പക്ഷേ ഇൻസൈഡ് ഇത് പറ്റൂലെന്ന് തോന്നിട്ടോ. ഈ കയറ് എന്തായാലും കയറ് സൂപ്പറാക്കി. ബെൽറ്റിൻ്റെ ആവശ്യമില്ല. മാത്രമല്ല ഒരു പുതിയൊരു മോഡലായിക്കോട്ടെ. പിന്നെ കാലിൻ്റെ അടുത്തും ലേശം ഒരു ചുരുക്കല്ലുണ്ട്. ഒരു ന്യൂജൻ അല്ലേ. ചുരുക്കുള്ള പാൻറ്റ് എടുക്കണമെന്ന് കുറേ കാലമായിട്ട് മനസ്സിലുള്ളൊരു മോഹമാണ്. അപ്പോൾ ഒന്നും നോക്കിയില്ല. ഇത് ഞാനങ്ങ് കച്ചവടമാക്കാൻ തീരുമാനിച്ച്. ഈ കയറ് കുറേ കഴിയുമ്പോൾ അങ്ങ് പൊട്ടിപ്പോയാൽ എന്ത് ചെയ്യൂ എന്നുള്ളൊരു ബേജാറ് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ലേശം അധികം മാസത്തേക്കാണല്ലോ ഇതൊക്കെ വാങ്ങുന്നത്. മിനിമം ഒരു കൊല്ലമാണ് നമ്മളൊരു കണക്ക്. അതുവരെ ഈ കയറ് നിൽക്കുമോ. ഇനിയിപ്പോൾ കയറ് നിന്നിക്കില്ലെങ്കിൽ നമ്മൾ പാവാടടിക്കുന്ന രവിയേട്ടൻ്റെ അടുത്തായിട്ട് നമുക്ക് കൊടുത്താൽ ഉള്ളിലൂടെ ഇങ്ങനെ ഒരു കയറ് വലിച്ച് തരുമായിരിക്കും എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഇത് വാങ്ങുന്നത് കേട്ടോ. ഇതും കൂടി ഈ ബാഗിലാണ്, ടർക്കിയൊക്കെ വെച്ചേക്കണ ബാഗിലാണ് വെച്ചേക്കണത് കേട്ടോ. എന്തായാലും 2 ബാഗ് കൊണ്ടുപോകാനുള്ളതാണല്ലോ. നമ്മൾ എടുത്തോണ്ടിരുന്ന പാമ്പേഴ്സ് ഒന്ന് എടുക്കണ്ട. അല്ല കുറച്ച് 2-3 കുറച്ച് അതാണല്ലേ. ഇപ്പൊ പുറത്തിരിക്കട്ടെ, നാളത്തേക്കല്ലേ. അത് അതിന്റെ കൂടെ വെച്ചോളാം. നാളത്തേക്കുള്ള സാധനങ്ങൾ കൂടെ എടുത്ത് വെച്ചോളാം.
അത് നാളെ വെച്ചാൽ പോലെ അതിനകത്ത് അങ്ങനെ തന്നെ എടുത്ത് വെച്ചാൽ ഇത് പുറത്തിരുന്നോട്ടെ, നമുക്ക് ഉപയോഗിക്കാനുള്ളതല്ലേ ഇപ്പൊ. അതെ അതെ. ഇത് ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ കേട്ടോ. അപ്പോൾ അവരവിടെ തിരക്കിട്ട പണിയിലാണ്, കുഞ്ഞിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് പണിയുണ്ട് ഇവിടെ. എൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ ഒന്ന് എടുത്തു വെക്കാനുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിയ പാൻറ്റും ഒക്കെ ഒന്ന് എടുത്ത് സെറ്റാക്കി വെക്കണം. നമുക്ക് അതെല്ലാം ചെയ്യാം. ഓരോക്കെ എന്നിട്ട് നമുക്ക് കാര്യമില്ലല്ലോ അല്ലേ. നമ്മൾ കറ വന്നിട്ട് തേച്ച് ഉരച്ച് കഴുകിയ ഷർട്ടാട്ടോ ഇത്. ആരല്ലോ എന്തല്ലോ പറഞ്ഞേനു കറ പോകാനുള്ള മരുന്നുകൾ. ഇതാ ലേശമൊക്കെ പോയിക്ക്, എന്നാലും തരക്കേടില്ല കേട്ടോ. ഇതൊക്കെ വന്ന് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വെക്കുക. ഈ ട്രോളിയിൽ കുഞ്ഞിൻ്റെ വെക്കണം എന്നാണ് അവള് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ എടുത്ത് ഇതിൻ്റെ അകത്ത് വെക്കാം നമുക്കല്ലേ. 2001 മുതൽ ഞാൻ ഉപയോഗിച്ച് വരുന്ന ഒരു ബനിയനാണിത്. ഇതിനി ഇവിടുന്ന് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഉള്ളത്. 2-3 കൊല്ലം കൂടി ഇടാൻ പറ്റുമോ ഇത്? അല്ല ഇവിടെ ഉപേക്ഷിക്കാം അല്ലേ? നിങ്ങളെന്ന് പറയുന്നേ ഉപേക്ഷിക്കാം അല്ലേ? അപ്പോൾ ഇത് നമ്മളെന്തായാലും കൊണ്ടുപോകുന്നില്ല. അവിടെ ഉപേക്ഷിക്കാം. എൻ്റെ കുറേ നരച്ച ഷർട്ടുണ്ട് കേട്ടോ. ഷർട്ടിൻ്റെ എണ്ണം കുറേ ഉണ്ട്, പക്ഷെ ഇടുവാൻ പറ്റിയ ഒറ്റയില്ല, അതാണ് പ്രശ്നം. അപ്പോൾ അതൊന്നും അങ്ങോട്ടേക്ക് കൊണ്ടുപോകണ്ടാന്നാ മിന്നു പറഞ്ഞത്. അവിടെ ഇങ്ങനെ നിറക്കണ്ട, അതിൽ ഇവിടെ ഒഴിവാക്കിയിട്ട് പോയിക്കോന്ന്. അപ്പോൾ ലേശം നല്ലത് നോക്കി ഞാൻ മാക്സിമം ഇതിലേക്ക് എടുത്ത് വെക്കുകയാണ്. നമുക്ക് ലേശം ഒന്ന് ഇടുവാൻ പറ്റിയ മോഡലെല്ലാം ഇതിൽ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. തീരെ പറ്റാത്തത് മാത്രമേ ഒഴിവാക്കുന്നുള്ളൂ. കാരണം ഏകദേശം ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് കുറേ ആയി. ഞാൻ പറഞ്ഞല്ലോ ഇവിടുന്ന് അങ്ങനെ പുതിയ ഡ്രസ്സിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളൊരു ഇത് കൊണ്ടാണ് ഒന്നും വാങ്ങാണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ പറ്റൂലല്ലോ. അപ്പോൾ പുറത്തൊക്കെ പരിപാടിക്കോ ഇതിലെല്ലാം പോകുമ്പോൾ ആ ബ്ലോഗറല്ലേ നരച്ച് ഷർട്ട് ഇട്ട് നടക്കുന്നത് നിങ്ങളിങ്ങനെ പറയുമല്ലേ അല്ലേ. വീഡിയോ തുടങ്ങിയ തൊട്ട് മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ കുടുങ്ങിക്ക്. ഇവലിക്കാണെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റൈൽസ് എന്നല്ല എന്തെങ്കിലും പിന്നെ ഡ്രസ്സെല്ലാം കിട്ടും. ആണുങ്ങൾക്ക് ഒന്നും കിട്ടുമല്ല. എന്ത് ചെയ്യും നമ്മൾ? 100-200 ഓഫർ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കി അലയി തന്നെ ഒരു ഷർട്ട് വാങ്ങാൻ. കാണുന്ന വലിക്ക് എന്താ യൂട്യൂബറാ, നമ്മളെ സ്ഥിതി നമുക്കല്ലേ അറിഞ്ഞോടൂ. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാനുള്ള ഷർട്ടാ. ഓൻ്റെ കിബിർ നീ ആയിരിക്കണ്ട, എല്ലാം നരച്ചതാ. നരച്ചെന്ന് പറഞ്ഞാൽ നരച്ചിടാൻ പറ്റാത്ത അവസ്ഥയാണ്. പുരേന്ന് ഇടുവാൻ ഇത്രക്കാരം ഷർട്ടിൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഒഴിവാക്കുന്നത് കേട്ടോ. പുരേന്ന് നല്ല ടീഷർട്ട് ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ ഈ ഒരു മുണ്ടും ലേശം നരച്ചിക്ക്. ഇതെല്ലാം 1 കൊല്ലത്തിന് മുമ്പുള്ളതാണ്. ഇതൊന്നും നമ്മൾ വേസ്റ്റ് ആക്കുമല്ലോ കേട്ടോ. ഇതെല്ലാം ഉമ്മാക്ക് കൈക്കൽ കൂട്ടാനെല്ലാം എടുക്കാൻ വേണമെന്ന് പറഞ്ഞിക്ക്. അപ്പോൾ അതെല്ലാം ആ രീതിയിൽ അങ്ങനെ ഉപയോഗപ്പെട്ടോളൂ. ഇവിടെയുള്ള സാധനം എത്ര എടുത്തു വെച്ചിട്ട് തീരുന്നില്ല. ഇതെത്ര സാധനങ്ങളാണ് പറഞ്ഞിട്ട് കാര്യമില്ല. കുറേ ആയില്ല ഇവിടെ നിൽക്കുന്നത്, അതുകൊണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. അപ്പോൾ എനിക്കൊന്നും തിരിയുന്നില്ലേ. ഞാൻ അവിടെ പോയി നിന്നിയാൽ കുറച്ച് ഇതെന്തെന്നാ ചെയ്യേണ്ടിയത് എന്നാക്കേണ്ടിയതൊന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇതിപ്പം ലോറി വിളിക്കണോ അല്ലെ കാറിൽ ഇതെല്ലാം വെച്ചാൽ ഇപ്പം കാറിൽ നമ്മളെവിടെയാണ് ഇരിക്കുക എന്നുള്ള അതും അറിയാമല്ല. പുറത്തേക്ക് നോക്കിയാലും വിളിക്കാണ്ട് വന്ന കുറേ കാക്കച്ചി, നല്ല നല്ല കാക്കാമാറുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുറേ ആൾക്കാരോട് യാത്ര പറയാനുണ്ട്. അങ്ങനെ വന്നതാണ്. നമ്മൾ ആദ്യം നിന്ന് റിയാസ് ഖാൻ്റെ വീട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അപ്പോൾ റിയാസ് ഖാൻ്റെ വീട്ടിൽ അവരോട് പറഞ്ഞ് ഇപ്പോൾ ഇതാ ഇവിടെ ആ വീട്ടിൽ നമ്മളെ പരിചയക്കാരുണ്ട്. അങ്ങനെ വന്നതാണ്. പിന്നെ ഇതാ ഈ വീട്ടിൽ ഒരു ഇക്കയുണ്ട്. ഇക്ക എനിക്ക് കാണിച്ചു തരാം. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാണ് നമ്മളെ ഇക്ക ഇവിടുത്തെ പിന്നെ ഒരു കാര്യപ്പെട്ട ആളായിരുന്നു. പള്ളി കമ്മിറ്റി പ്രസിഡൻ്റൊക്കെ ആയിരുന്നു അല്ലേ? അതെ. അപ്പോൾ ഇക്ക ഒരുപാട് ഇവിടെ വന്ന് കഥ പറയലുള്ളതാണ് നമ്മൾ. അപ്പോൾ ഇക്കാനോടൊന്ന് യാത്ര പറയാൻ വേണ്ടി വന്നതാണ്. ഇക്ക എന്നാൽ നാളെ നാളങ്ങ് പോകും ഇൻഷാ അല്ലാഹ്. ദുആ ചെയ്യ് ഇൻഷാ അല്ലാഹ്. ആമീൻ. ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ. ഇത് കണ്ടാ ഒരു പക്ഷിക്കൂട് അല്ലേ? ആ ഒരെണ്ണം വന്ന് കൂടിയതാ. ആ അത് പ്രസവിച്ച് 4 ആയി. 2 പ്രസവിച്ച് മുട്ട വെച്ച് ഒരു 50 ഗ്രാം തൂക്കുള്ളൂ. അത് മഗ്‌രിബിന് വാങ്ങി കൊടുക്കേണ്ട 1 മിനിറ്റ് മുമ്പ് വന്ന് വീട്ടിൽ കയറും. ഇപ്പം അത് 4 4 കിളിയായി. 4 കിളിയായി. മാഷാ അല്ലാഹ്. ഇതാണ്ടാ നല്ല രസമുണ്ട് കേട്ടോ. അത് തന്നെ ഉണ്ടാക്കിയതല്ലേ? മണ്ണാ അത്? ആ മണ്ണ് അതിൻ്റെ ചുണ്ടിൻ്റെ എങ്ങനെ തോന്നുന്നുള്ളതാണ്. കിളിക്ക് ആകെ 50 ഗ്രാം തൂക്കുള്ളൂ. അതെ. നമ്മൾ ചില്ല കൊണ്ടുള്ള കണ്ടിക്കും, മണ്ണ് കൊണ്ടുള്ള ഞാൻ തെങ്ങിലുണ്ടാവുമല്ലോ. അതെ അതെ അതെ. ഇതേ മനുഷ്യ സാധ്യം. അത് ഇപ്പോൾ എങ്ങനെ 50 ഗ്രാം തൂക്കമുള്ള ഒരു കിളിയാണ് ഇപ്പോൾ ഇതുണ്ടാക്കുന്നത്. അതെ, അത്ഭുതം തന്നെയാണ് അല്ലേ? ഇൻഷാ അല്ലാഹ്. എന്തായാലും പിന്നെ ഇക്കാന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അറിയപ്പെടുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ നമ്മളിതവിടെ നിൽക്കുമ്പോൾ എപ്പോൾ ഇവിടെ വന്ന് ഇക്കായിട്ട് സംസാരം കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള ഒരു ബന്ധമാണ്. ഇൻഷാ അല്ലാഹ് നമ്മളെ നാട്ടിലൊക്കെ എപ്പോൾ വരലുണ്ട് അല്ലേ? പണ്ടൊക്കെ
ഇവളില്ലേ മറ്റേ നെക്സ്റ്റ് അജിത, ആ അവരുടെ അമ്മ മന്നാഗിരി, ആ അവരച്ഛൻ നാരായണൻ, ആ അവരെയൊക്കെയാണ് അറിയും. ആ പിന്നെ മാധവമിലെ നാരായണക്കുറിപ്പ് അല്ല മാധവക്കുറിപ്പ്, ആ MP ചേക്കുട്ടി, ആ പിന്നെ സമസ്തയുടെ പ്രസിഡന്റ് സെക്രട്ടറി പാണക്കാട്ട് തങ്ങന്മാർ, ആ മറ്റേ IV ശശാങ്കൻ, IV ശശി, ആ അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. IV ശശി തന്നെ നമ്മുടെ ഫിലിമിന്റെ ആ ഫിലിം ഡയറക്ടർ, ആ അത് ശരി. അയാളുടെ അനിയന ശശാങ്കൻ, ആ ഹാ 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 അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. അത് ശരി. പ്രതിഷേധ സംഘത്തിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് ഭരണസമിതിയുണ്ട്. ആ അപ്പോൾ അങ്ങനെ എനിക്ക് ഈ സംസ്ഥാനത്ത് മുഴുവൻ സുഹൃത്തുക്കളുണ്ട്. നിങ്ങളുടെ പേരാമ്പ്ര ഒരു അപ്പുണ്യാസം ഉണ്ടായിരുന്നു, ആ അയാൾ എൻ്റെ അടുത്ത സുഹൃത്തൊക്കെ മരിച്ചു. അത് ശരി. ഇക്കാനോട് യാത്രയെല്ലാം പറഞ്ഞു നമ്മൾ സുലുവിനോട് യാത്ര അറിയാൻ വേണ്ടി വന്നേട്ടോ. സുലുവിന് എന്തായാലും വീഡിയോ കാണിക്കുന്നില്ല, സുലു എന്നുള്ള പേരോട് തന്നെ അങ്ങനെ നിർത്തുക. അപ്പോൾ പിന്നെ നമുക്ക് ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി തന്ന് അല്ലേ, പല രീതിയിൽ. ഇങ്ങോട്ട് പോരെ, വീഡിയോ ഒന്നും ഞാൻ തിരിച്ചാ പിടിച്ചേ, കിട്ടുമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ സുലുവിൻ്റെ വീട്ടിലെത്തി. നമ്മളിവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീഡിയോ കണ്ടില്ലേ. ഓക്കെ, സുലു എന്ന് പറഞ്ഞാൽ സുലൈഖ എന്നാണ് അവരുടെ പേര്. പിന്നെ ഒരു 10-75 വയസ്സുള്ള ഒരാളാട്ടോ. 25 അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ചബൈൻ ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനാണിത്. ഇക്കാ എന്നാല് നാളെ ഞങ്ങളങ്ങോട്ട് പോകും. ഡിസ്ചാർജായി നാളെ ഒരു ഇതുണ്ട്, ടെസ്റ്റ് ഉണ്ടാകാൻ ഞങ്ങൾ പോകും. ഇവിടുത്തെ ഫുഡൊക്കെ സൂപ്പറാണ് കേട്ടോ ക്യാൻറ്റീനിലെ. അപ്പോൾ ഇവിടുത്തെ ബോണ്ട മിന്നുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ബോണ്ട വാങ്ങാൻ പറഞ്ഞു വിട്ടതാ. അപ്പോൾ വാങ്ങി 2 ബോണ്ട വാങ്ങിക്ക്. മസാലക്കൂട്ട് ഒന്ന് രഹസ്യമായിട്ട് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ ഇവർ കണ്ണൂർക്കാരായതുകൊണ്ട് ഇവരുടെ കടികളൊക്കെ ആ ഒരു ടച്ചാ അല്ലേ. നിങ്ങൾ കണ്ണൂർ കടികൾ ഇവിടെ ഉണ്ടാക്കലില്ല അങ്ങനെ? പോവില്ല അല്ലേ. ആ ബോളിയോ? ഇവിടെ പഴംപൊരിക്ക്. ആ പിന്നെ ഉണ്ടംപൊരി എന്നല്ലേ, ഉണ്ടംപൊരി കായപ്പത്തിന് അല്ലേ. ആ നല്ല വ്യത്യാസമുണ്ട് അല്ലേ അതിൻ്റെ. നിങ്ങൾ കണ്ണൂർ എവിടെയായിരുന്നു? കാടാച്ചിറ. ആ കണ്ണൂർ ടൗണിൽ തന്നെ. ആ അപ്പോൾ ഇതാണ് ഇവരുടെ ക്യാൻറ്റീൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ഹോസ്പിറ്റലിൽ വരുന്നവരൊക്കെ ക്യാൻറ്റീനിൽ വന്ന് നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ട് പോവാം കേട്ടോ. എന്നാൽ ഇൻഷാ അല്ലാ. ഓക്കെ, അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. നമ്മൾ നാളെ അങ്ങോട്ട് പോകട്ടാ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് അതിന് പാല് വാങ്ങല്. നല്ല ഫ്രഷ് പാലാണ്, അടിപൊളി പാലാണ്. അപ്പോൾ ഇവിടെ വരുന്നവർക്കൊക്കെ ധൈര്യമായിട്ട് കടയിൽ വരാട്ടാ. ജസ്റ്റ് സഭയിൽ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ട് നടന്നാൽ ഇക്കയുടെ കടയാണ്. നല്ല അടിപൊളി ഫ്രഷ് പാല അല്ലേ. അപ്പോൾ അളന്നിട്ട് 30 രൂപ 60 രൂപ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടും. പിന്നെ നിങ്ങളെ നാട് ഇവിടെ അടുത്താ? മൂവാറ്റുപുഴ. ആ ആ ശരി. അപ്പൊ എന്തായാലും എന്താ പറയാ, എല്ലാ രീതിയിലും ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ ആമീൻ. എന്താ പൊരുത്തപ്പെട്ടേ കിട്ടാ. കുറച്ച് പരിചയപ്പെട്ടിട്ട് കുറച്ചായാലെങ്കിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ടേ. അതെ, നമ്മളിങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ എത്തുക, ഓരോ പുതിയ ആൾക്കാരെ കാണാൻ പരിചയപ്പെടാം. കാര്യമുണ്ട്, ഒരുപാട് പുതിയ മുഖങ്ങൾ പരിചയപ്പെടാം. അതെ 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 അതെ. ഒരുപാട് ആളുകൾ പല സ്ഥലത്തുനിന്ന് പല സ്റ്റേറ്റിൽ നിന്നൊക്കെ ഇവിടെ വന്നിട്ട്. അതെ 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 അതെ. എന്തായാലും ഇനി നിങ്ങൾ വരില്ലേ? ഇൻഷാ അല്ലാ, എപ്പെങ്കിലും വരുമ്പോ ഒക്കെ കാണാം. ഉണ്ടാവും നമ്മൾ കേട്ടോ. പോകുമ്പോഴേക്കും ഇറങ്ങാം. തീർച്ചയായും 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 കാണാം. ആയിക്കോട്ടെ. എന്താ പൊരുത്തപ്പെട്ടേക്ക്. അസ്സലാമലൈക്കും. ചെറുപയർ ഇന്ന് ഞാൻ 2 കിലോ കോഴി വാങ്ങിയല്ലോ. അതില്ല, 4 നേരം ചെറുപയറാണല്ലോ. എന്താ ചെയ്യാ ഇല്ലേ? കോഴി അറിയാൻ ചിക്കോ നിങ്ങള് എവിടെ? എന്താ ഞങ്ങളെന്താ ഇടത്തോട്ടേക്ക് മാറ്റി വെച്ചിട്ട് കോഴിന്നൊരു പോകും. കോഴിക്കറി വലത് ഭാഗത്ത് വെക്കണം, നിങ്ങൾക്ക് അറിഞ്ഞൂടാ? നല്ല സ്മെല്ലുണ്ട് അല്ലേ. ഇങ്ങനെ എന്നാ പൊറോട്ടയുള്ള അല്ല ചപ്പാത്തിയോ? ഫ്രണ്ട്സ്, അപ്പോൾ ഉമ്മ ചട്ടിയിലാണ് കേട്ടോ ചോറ് വെക്കല്. വെറൈറ്റി. നിങ്ങളാരെങ്കിലും ചട്ടിയിൽ ചോറ് വെക്കലുണ്ടാവും? ഇതിങ്ങനെ ചട്ടിയിൽ വെക്കുക. ചട്ടിയിൽ വെള്ളം പോരാ അയ്യാ. ഓരോരോ അല്ലേ പുതിയ അറിവുകൾ.
അപ്പോൾ ഇവിടെ ഫുള്ള് എടുത്ത് വെച്ച് ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിക്ക്. ഇതൊക്കെ കുറേ ആക്കുന്നുണ്ട്. രാവിലെ വെക്കാന്ന് പറയുന്നത്. രാവിലെയും കൂടി എന്ത് തിന്നണമല്ലോ. അതെ, ഇനി എന്താക്കാം മകളെ? ആ, നീ തട്ട ഇടാണ്ട് വന്ന് വീഡിയോയിൽ വരാൻ കഴിയല്ലേറ്റാ? ആ, ഇതൊക്കെ അങ്ങ് ബാഗിലേക്ക് വെക്കുള്ളതല്ലേ? അല്ല, വണ്ടിയിലേക്ക്. ഇതിനകത്ത് തന്നെ ഇത് നമ്മളെ ഈ പാല് കൊടുക്കുമ്പോൾ ഇടുന്ന ഇതുണ്ടല്ലോ, വണ്ടിയിൽ നിന്ന് ആവശ്യം ഉണ്ടാവും ചിലപ്പോൾ. എന്താ ഇതിങ്ങനെ ഇട്ടാൽ എൻ്റെ ഓനോ? വണ്ടിയുടെ സീറ്റ് മടക്കിയ ആൾട്ടോയിൽ നല്ല സ്പേസാണ് കേട്ടോ. നല്ലോണം സാധനം വെക്കുക. വലിയ ബോക്സും കൂടി കാട്ടാൻ വേണ്ടിയിട്ട്.